ഇതെന്തെല്ലാം വെള്ള കളർ എടുത്തു വെച്ചേ? എനിക്ക് ഇതുதான் പിടിക്കും. അത് പറ്റൂല. പൈസയും കൊടുത്ത് എല്ലാം വെള്ള കളർ എടുത്തൊക്കെ നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടാ? എനിക്കിത് പോതും. അതെങ്കിൽ അത്. ചേച്ചി ഇതിന് പറ്റിയൊരു സ്കേർട്ട് എടുത്തേ. റെഗുലർ പോരെ? ആ മതി ചേച്ചി. ആ ബ്രായും കൂടി എടുത്തോട്ടാ. ഏതാ സൈസ് വേണ്ടത്? தெரியாது. പാഡ് ഉള്ളത് വേണം. ഇതൊന്ന് നോക്കിയേ. ചേച്ചി 32 മതിയോ? എടുത്തി തമിഴാ. എതൊക്കെ ഇതെല്ലാം എനിക്ക് വേണം. അതെന്തെങ്കിലൊന്നും കാണാത്ത പോലെ ചോദിക്കുന്നു. എങ്ക ഊരിൽ വേറെ മാതിരി സ്ഥല കിട്ടും. ഇത് കൊല്ലം 2022 ഷഡ്ഡിമേലും റേസർമേലും ഓരോ കമ്പനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ ഇപ്പോഴും ചേല പറ്റലാ? വാ ചേച്ചി അതിലൊന്നും എടുത്തു വെച്ചേ. തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമത്തിലെ നിങ്ങളെ വീട്? എന്തൊക്കെ ആചാരങ്ങളല്ലേ. ഇതിലോക്കിടാ. എടുത്തി എന്ത് പറ്റിയേ? അതെല്ലാം ഞാൻ സാപ്പിടതല്ല. അത്രയുള്ളോ? എന്നാ ഏട്ടന് കുറെ പൈസ ലാഭിക്കാലോ. എന്താ ഓള് ചിക്കൻ നിന്നാത്ത കാര്യം എനിക്ക് അറിഞ്ഞുവിടാനോ? അതിന് ഞാളെ ഒരുമിച്ച് ചിക്കൻ കഴിച്ചിട്ടില്ലല്ലോ. 1.5 കൊല്ലം കോയമ്പത്തൂർ ഞങ്ങളോട് ഒരുമിച്ചാന്നല്ലേ പറഞ്ഞേ? അതിന് 6-7 മാസമല്ലേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ. എൻ്റെ അളിയ ബാക്കിയൊക്കെ വാട്സാപ്പിനകത്തുള്ള കളിയല്ലായിരുന്നു. വാട്സാപ്പിൽ എന്ത് കളി? ഉള്ളി കച്ചവടം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സാപ്പിടുங்க. ആ മതവേട്ട് നിങ്ങളെവിടെയാണ് തീവണ്ടി ഓടിച്ചോണ്ട് പോന്ന്? ഓഹോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തേടി പോന്നായിരിക്കൂലേ? അല്ല, ഉച്ചപ്പെട്ടൻ ലോട്ടറി അടിച്ചെന്ന് കേട്ടിക്ക്. 5 കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ജന്മം കിട്ടൂലേ മതവേട്ടാ? പെങ്ങന്മാരിങ്ങനെ ഉപ്പിലിട്ട് വെച്ചങ്ങള് കളക്ടർ വരി പൊക്കട്ടെ. നല്ല പോസ്റ്റർ അല്ലേ? എടുത്തി വേം വാ. ആ ഫോണിലെ കാണിച്ചാലേ. ഇപ്പൊ തുടങ്ങിക്കാവുള്ളൂ. നീ ഫസ്റ്റ് പോള്. പോരാട്ടത്തിന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു. കോബ്ര സ്റ്റെപ്പുമായി രാജേഷ് പമ്പിനെ പാട്ടിലാക്കാൻ ചെയ്യാം. വീറിന്റെ വാശിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നിമിഷങ്ങളാണിത്. മിന്നൽ വേഗത്തിലാവും മണിയും തിരിച്ചടിയും. ഓതിരം, കടകം, മറകടം. സുമംഗല എന്തെന്നാ? സുമംഗല ഭവന്റെ രാജാങ്കണത്തിൽ സുമം എന്തെന്നാ പ്രശ്നം? ഒന്നുമില്ല. എടുത്തി നിങ്ങൾ സിനിമയും കാണില്ലേ? നിങ്ങൾ നാട്ടിലിനി അതുമില്ല? ദയവ് സെഞ്ച് എന്നെ കൊഞ്ചം വിടുறீங்களா? എന്തേട്ടാ ഇത്? ഇവരിത് ഏത് ലോകത്ത് വരുന്നേ? ഓള് സിനിമ കാണലെല്ലാം ഉണ്ട്. വന്നിക്കല്ലേ ഉള്ളൂ. സെറ്റ് ആവട്ടെ. എന്നാ പിന്നെ നിങ്ങൾ പുറത്തിരുന്ന് സെറ്റാക്ക്. എനക്ക് സിനിമ കാണണം. ആ സിനിമ കഴിഞ്ഞിട്ടുണ്ടോ? ഞാള് പുരയിലേക്ക് പോവേ. അടങ്ങി പോ. സുമംഗല ഓര് പോയി. ബ്രിഗേഷ് ശരിക്കോളെ പ്രേമിച്ചിട്ടുണ്ടെന്ന് തന്നെയാ? അങ്ങനെ നല്ലോണം പറയുന്നത്. ഇന്റെ ആങ്ങളില്ലേ സാധനം. നടത്തും നിങ്ങളപ്പരല്ലേ? ഓക്ക് എന്തോ ഒരു എരിഞ്ഞോരെ തിരിയാത്ത കളിയുണ്ട് കേട്ടാ. സിനിമ ടാക്കീസ് കണ്ടിക്കില്ല പോലും. ചിക്കൻ കാണുമ്പോൾ ഛർദിക്കാൻ മുട്ടല്. വെജിറ്റേറിയൻ ആയാലെന്തേ ചിക്കൻ കാണുമ്പോൾ ഛർദിക്കണം. ഓല് വെള്ളസാരിയ പോലും ഉടുക്കല്. പിന്നില്ലേ ബ്രേസറിന് പോലെ കച്ച പോലും കെട്ടല്. ഓക്കോള് ഷഡ്ഡിയുടെ സൈസ് പോലും അറിയില്ലാന്ന്. അതല്ല, തുണിക്കടയിൽ പോയപ്പോ ഓള് പറയും ഓക്ക് ഇതൊന്നും ശീലമില്ലാന്ന്. ചവിട്ട് സൂപ്പർ. എന്താ എന്ത് പറ്റിയതാ? ഒന്നുമില്ല, ഒന്ന് സ്ലിപ്പായതാ.
ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുടുംബശ്രീ പൈസ അടക്കുന്നത്. അല്ലാണ്ട് നാട്ടിൽ പണിക്ക് പോലത്തെ പിള്ളേർക്ക് പെണ്ണെണ്ണം പോവാനോ ബ്രോക്കർ കൊടുക്കാനൊന്നും കുടുംബശ്രീന്ന് പൈസ കൊടുക്കൂല. അതെന്താ സാറല്ലേ എന്നെ തന്നെ നോക്കി പറയുന്നേ? നിങ്ങളെ നോക്കി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന കൂട്ടിക്കോളി. ബ്രിഗേഷിന്റെ ഉറപ്പ് കൊടുക്കല് ഞാൻ കുറച്ച് പൈസ വാങ്ങിക്കുന്നുള്ള നേരി തന്നെയാ. ഓൻ 5-ന്റെ പൈസ അടച്ചിട്ടില്ലെങ്കിലും ആഴ്ചക്കാഴ്ചക്ക് ഞാൻ കുടുംബശ്രീ പൈസ അടക്കുന്നില്ലേ. വനജച്ചിന്റെ പിള്ളേരൊന്നും ഇതുവരെ പലിശയും കൂടെ അടച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ കുടുംബശ്രീയുടെ ഫണ്ടിലും പൈസയില്ല. യശോദേ, ഇനി അങ്കമാടി ആയല്ലേ. ഞാൻ നമ്മളെ നാട്ടിലെ ചെക്കന്മാർക്ക് കല്യാണം ആലോചിക്കുന്നത് അങ്കമാടിയിലെ പിള്ളേരെ കിട്ടാൻ വേണ്ടി കൂടി തന്നെയാണ്. ദാസമാഷിനെ മനീഷിനെ മാതിരി വലിയ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ഓരോ പേരെ പോയി ഭീഷണിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളെ പിള്ളേരല്ലേ, ഓരെന്തല്ലെങ്കിൽ നാളെ തിരിച്ചടക്കൂടൂ. അടക്കും. എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കാല. നമ്മളെ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു രീതിയും ഉണ്ട്. അതന്നെ. എല്ലാവരും നിർത്തിക്കളാ മതി. ആ കുട്ടി കണ്ടാ മോശാ. ഓള് കണ്ടാലെന്താ, എന്നായാലും ഓള് ഇതൊക്കെ കണ്ടല്ലേ. ഇതാ പുതുപ്പെണ്ണ്, വാവ നോക്ക്. മീറ്റിങ്ങിന് വഴക്കൂടുന്ന ഒരു ശീലാക്കിയില്ലേ. വാങ്ങ വാങ്ങ വാങ്ങ. എന്താ പറഞ്ഞേ, ഓക്ക് കൊടുക്ക്. ഓരോന്ന് പറഞ്ഞ് അടികൂടാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗാന്ന് വെക്കുന്നത്. അതിവിടെ സ്ഥിരമുള്ളതാ. കൊണ്ടോ, നമുക്ക് അമ്മയുടെ അടുത്ത് പോവാ. വാ, എനിക്കിതാദ്യം എന്നോട് പറഞ്ഞുകൂടായിരുന്നാ? ഞാൻ ഈ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഓടിപ്പോവാ അളിയാ. ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാല് ഇനി നാട്ടിൽ നിന്ന് എവിടെയും പോവുകയും വേണ്ട, ഓളെവിടെയും പോവുകയില്ല. ഒരു വഴിയുണ്ട്. അളിയൻ നേരെ ഓളെ ഉള്ള കാര്യം പറയും. എടാ അതല്ല വഴി. എടാ അല്പബുദ്ധി കൂമ്പേ, ഡാ ഇങ്ങോട്ട് പോയി. നീ ഓളെ പ്രേമിക്കണം, പ്രേമിച്ച് വളക്കണം. അതിന്റെ വഴി. എന്നെ വിഷം കുടിപ്പിച്ച് കിടത്തിയത് പോരായിട്ടല്ലേ? 10 പൈസേന്റെ ബോധമില്ലാത്ത ആ സുലുവിനെ പോലും വളക്കാൻ എന്നെ കൊണ്ട് പറ്റിക്കില്ല. ഇതാള് വേറെയാ. വാമിപ്പെണ്ണ്. അത് സുലു. ഇത് ഇന്റെ പൊരയില് ഇന്റെ കാട്ടുമ്പോ കിടക്കുന്ന പെണ്ണ്. ഈ പെണ്ണിനെ വളക്കാൻ പറ്റിയെങ്കിൽ ഇനി എന്തിനാണ് ആണായിട്ട് നടക്കുന്നത്? അളിയൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് വലിച്ചിട്ട് ഉള്ളിലുള്ള സകല കാമുകന്മാരും സടകുടഞ്ഞ് എഴുന്നേൽക്കണം.